ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ ഇൻട്രോയിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അപ്പൊ അമ്പൂ 2-3 ദിവസമായിട്ട് ഇളക്കുമായിരുന്നു. ഈ പെണ്ണ് ചക്ക കൊടുത്തവന് ഇളവി ഗൈസ്. ചക്ക കൊടുത്തിട്ടല്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? എന്താണോ ഇളബി ഷർട്ടിലും കൊട്ടിനാകെ മാണ്ട്. ഇപ്പോൾ ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. 2-3 ദിവസമായിട്ട് സത്യം അമ്പൂട്ടായി ചിരിക്കാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ വീടൊരുമാതിരി ഉറങ്ങിയ പോലെ. എവന്റെ ശബ്ദം കേട്ടോണ്ടാ ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ. അതല്ല വീട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്നാലും എവന്റെ അലപ്പും ബഹളമൊക്കെ കേൾക്കാം. നമ്മൾ കാറിൽ പോയാലും ഒക്കെ കേൾക്കാം. 2 ദിവസം ആളൊഴിഞ്ഞ പൂരപ്പുറം പോലായിരുന്നു കേസ്. ഇന്നലെയൊക്കെ നമ്മള് ബാക്ക് ടു ട്രാക്ക് ആയി. ഇന്നലെ ഇപ്പൊ ഉറങ്ങി എണീറ്റുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് മാറി. എന്നാലും ഇപ്പോഴും നല്ല ലൂസ് മോഷനിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരു ദിവസം 8 ഡൈപ്പർ അടി മാറിയത്. ഒരു പാക്കറ്റ് ഒരു ദിവസം കൊണ്ട് തീർന്നില്ലേ? ഒരു ചെറിയ പാക്കറ്റ് മീഡിയം സൈസ്. അപ്പം അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തോ അവന് കഴിച്ചത് വയറ്റിന് പിടിച്ചിട്ടില്ല. പക്ഷെ നമ്മളങ്ങനെ വേറെ ഫുഡൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഏത്തപ്പഴ ആപ്പിള് വേറെ ഒന്നും കൊടുത്തേ ചക്ക കൊടുത്തു. എങ്ങനെയുണ്ട്? വെട്ടത്തി കാണിക്കൂ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത്, എനിക്ക് ഓഫ് റോഡ് വണ്ടി എടുത്തു. പക്ഷെ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. എന്ത് റേസ് അങ്ങനെ കളിയാക്കുന്നത്? അങ്ങനെയല്ല നമ്മള്. എനിക്കിപ്പോ ഒരു കണ്ടെത്തി കൊണ്ട് ഇവിടെ കൊണ്ട് ഇറക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതിൽ കര കയറണം. അപ്പൊ നമുക്ക് കര കയറണം. അപ്പം ഓഫ് റോഡ് ചെയ്യുന്ന പറയുന്നത് നമുക്ക് അറിയാതെ ഇറക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. ചെറിയ ചെറിയ ടെറൈനൊക്കെ ഓക്കെ. നമ്മൾ പലയിടത്തും ഇനി യാത്രയൊക്കെ പോകുമ്പോൾ ഓഫ് റോഡ്, കാരണം ഈ വണ്ടിയുടെ പല ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല വണ്ടിയിൽ. എന്നാലും ഇപ്പം നമുക്കതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. ഇപ്പം തന്നെ പിന്നെ ഇപ്പം 4x4 തന്നെ 2 മോഡുണ്ട്. അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് കുറെ നമ്മളെ ഈ ഹിൽ ഡിസൺ അങ്ങനത്തെ കുറെ ഈ ഇറക്കത്ത് ഓഫ് റോഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇത്ര ആംഗിളിൽ എങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കറക്റ്റ് ഓഫ് റോഡ് ചെയ്യുന്ന എക്സ്പേർട്ടിന്റെ അടുത്ത് അവർക്കടുത്ത് പോയി ഒരു ക്ലാസ് എടുക്കണം. കൂടി ഇരുന്ന് നമുക്ക് ഇതെല്ലാം ചെയ്തു തരാം. അതുപോലെ തന്നെ അവർ ടെറൈൻ പിന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ചെറിയൊരു ഓഫ് റോഡ് ടെറൈനൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൊയാറ്റോ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. കണ്ടോ, ഇതിനിടയ്ക്ക് ഒരു ദിവസം നടത്താൻ വേണ്ടിയിരുന്നു. അന്ന് ഭയങ്കര ഹെവി റെയിൻ ഒക്കെ ആയിരുന്നു ഇവിടെ. നമുക്ക് റെഡ് അലേർട്ട് എന്തൊക്കെയായിരുന്നു. അങ്ങനെ അത് മാറ്റി പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പൊ ഇന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ സ്ഥലത്തിന്റെ പേരെന്തോ, നമ്മൾ പൊന്മുടി പോകുന്ന റൂട്ടിൽ എവിടെയാണ് ഇത് ഇവന്റ് നടക്കുന്നത്. അപ്പം നമ്മളെ വണ്ടി ഇറക്കണ്ട ഓഫ് റോഡില്, അവര് നമുക്ക് അവരുടെ വണ്ടി തരും. ചിരിച്ച് അല്ല, നമ്മളെ വണ്ടി നമ്മൾ ഇറക്കുമല്ലോ ഇല്ലേ? എല്ലാരും പറഞ്ഞായിരുന്നു ഇത് മഴയൊക്കെ ആയിട്ട് മഴയുടെ നനഞ്ഞു പോന്നു. നമ്മൾ ഷെഡ് അടിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം ഭയങ്കര കോസ്റ്റ് ആണ് അവർ പറഞ്ഞത്. ഇവിടെ ഫുള്ള് ഷെഡ് അടിക്കുന്നതിന് 2 ലക്ഷം രൂപ ഇല്ലേ പറഞ്ഞത്. അപ്പം ഇവിടെ അടിക്കാനാണ്. അപ്പം നമുക്ക് അത്ര പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇപ്പം അതും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് ഒരു റീസൺ. വേറൊരു റീസൺ, നമ്മൾ വീടിന്റെ ഒരു ലുക്ക് പോകും. ഒന്നാമത് ഇത്ര സ്പേസേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്കൊരു സൺലൈറ്റും എല്ലാം കുറയും ഇല്ലേ വീടിനകത്തോട്ട് വരുന്നത്. അപ്പൊ അതും ആ ഒരു ഇതും കൂടി, അത് നമുക്ക് നടാനൊന്നും പറ്റത്തില്ലൊന്നും. ഫ്യൂച്ചറിൽ അതൊരു ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ മാത്രം ഇപ്പൊ തൽക്കാലം ഷീറ്റ് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് കാറ് കവർ ചെയ്തിടാനേ. ഇപ്പം കുഴപ്പമില്ല. എന്നാലും ഷെഡിന് കണക്ക് വണ്ടി പ്രൊട്ടക്ട് ചെയ്തില്ല. ചൂടടിക്കും എങ്ങനെ ആയാലും. പിന്നെ മഴ നനയത്തില്ല. മഴ നനയത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ എന്തായാലും നമ്മളിന്ന് ഓഫ് റോഡ് പോവാണ്. മെയിനായിട്ട് ഹൈലക്സും ഫോർച്യൂണർ ആയിരിക്കും അവർ തരുന്നത്. ഞാൻ എന്തായാലും ഫോർച്യൂണർ ചൂസ് ചെയ്യാം. നമ്മളെ വണ്ടി ഫോർച്യൂണർ ആണല്ലോ. ഹൈലക്സും സെയിം തന്നെയാണ്. 2 ഓട്ടിച്ചു നോക്കാം. അട്ടൻ പോയി ഓഫ് റോഡ് ചെയ്തിട്ട് വരാം. അതെ, ഇന്ന് എവരെയും കൊണ്ട് പോകാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ താക്കൂർ പോയിരിക്കുന്നു. വലിയ ഏരിയ ഞാൻ തോന്നുന്നു. അപ്പം നമ്മള് ഓഫ് റോഡിന് പോകുമ്പോ പിന്നെ മൃദുലയും കൊച്ചിനെ സൈഡ് ഇരുത്തിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രി അവിടെ കൊണ്ട് വെച്ചിരുന്ന താക്കോല്. ഞാൻ ഇപ്പൊ ഇവിടെ വീട് തൊട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മളൊരു സിനിമയ്ക്ക് പോയിട്ട് അവിടെ കൊണ്ട് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ പോവാ. ബൈ ബൈ. എല്ലാം അടുക്കും ഉമ്മ. പോണേ. മലപ്പുറം ഇനി ഞാൻ ഉണ്ടല്ലോ ഏത് അറബിക്കടലിലും ഇറക്കും. ഓടിയോടുന്നു
കൈ പൊള്ളി ഏട്ടാ, എന്റെ കൈ പൊള്ളിന്നോണ്ട് മൈൻഡ് ചെയ്തില്ല. വണ്ടിക്കകത്ത് അങ്ങനെ ചെറിയൊരു പോറല് വീണ 100 വട്ടം തുറന്ന് നോക്കും. ഇവിടെ എല്ലാരും പറയുന്നു ഇപ്പൊ ഏട്ടന് വണ്ടിയെ കൂടുതൽ ഇഷ്ടമെന്ന്. ഓടില്ലായിരുന്നു അപ്പുറത്തെ കൈ ചുമ്മാ ഞാൻ നോക്കിയേ ചോദിച്ചപ്പം തന്നെ ഇവള് കൈ എപ്പോഴും പൊള്ളിക്കും. അതുകൊണ്ട് എനിക്ക് വലിയ പുതുമയില്ലേ. കൈ മൊത്തം പൊള്ളല. ഇവള് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധയില്ല. ഞാൻ പോലും ശ്രദ്ധിച്ച കുക്ക് ചെയ്യുന്നു. പോവാ ടാറ്റ. തിരിച്ചു വരുമ്പോ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. സുഹൃത്തുക്കളെ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര ഒറ്റപ്പെട്ട ഏരിയ കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ അതായത് നമ്മള് ട്രിവാൻഡ്രത്തുനിന്ന് പൊന്മുടിയൊക്കെ പോകുന്ന ആ റൂട്ടില്ലേ, ആ റൂട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കയറിയ ഒരു റൂട്ടാണ് കേട്ടോ. ഒരു 4-5 കിലോമീറ്റർ ആയിട്ട് ഓടിക്കുന്നു. ഒറ്റ വണ്ടി പോലും വന്നില്ലെന്നുള്ളത്. ഒരു ബൈക്ക് എന്തോ വന്നോളൂ. അവിടെ നമ്മളെ പ്രസൂൺ ബ്രോ വിളിച്ചപ്പോൾ പറഞ്ഞ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്കേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഇച്ചിരി ഒറ്റപ്പെട്ട വഴിയാട്ടോ അത്. ഞാൻ ഒറ്റപ്പെട്ട വഴിയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. ഇവിടുത്തെ ഒരു കുഞ്ഞുങ്ങളില്ലെന്നുള്ളതാ. ഇവിടം വരെ ഉള്ളു കേട്ടോ റോഡ്. ഇവന്റിന് വന്നതാണെന്ന് അവരടുത്ത് പറയുമ്പോൾ അവരോടെ കയറ്റി വിടും കേട്ടോ. ഞാൻ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കട്ടെ ഗൈസ്. വെൽക്കം ടു എക്കോ ടൂറിസം പാലോട്. ഇവിടെ പേര് എഴുതി കൊടുക്കണം. നമ്മളിവിടെ ഇവന്റിന് വന്നതാണെന്ന് അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് വിടും കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടുന്ന് 6 കിലോമീറ്ററാണ് സുഹൃത്തുക്കളെ അങ്ങോട്ട്. ഇന്ന് പോകുമ്പോൾ വേറെ എങ്ങും ഇറങ്ങരുത്. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ, നമ്മുടെ നമ്പർ, വണ്ടിയുടെ നമ്പർ, നമ്മുടെ നമ്പർ, പേര്, ഡീറ്റെയിൽസ്, കയറുന്ന സമയം, ഇറങ്ങുന്ന സമയം, ഇതെല്ലാം എഴുതി ഇവിടെ വെക്കണം കേട്ടോ. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ബോർഡ് കാണിച്ചു തരാം. ഈ ഏരിയ ഇപ്പോൾ ഞാൻ ഇതായിട്ട് വന്നിട്ടില്ല. ഈ ഏരിയ ചെറുതാണ്. ഇത് കണ്ടോ. ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചലിലും ഈ പ്രദേശത്ത് ആളുകൾ അപകടപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. വനത്തിലും ജലാശയത്തിലും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസാണ്. അവിടെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് എഴുതി വെച്ചിട്ട് നമ്മളിത് കയറാൻ വേണ്ടി പോവുകയാണ്. ഇവരെല്ലാവരും അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി കൊണ്ടൊന്നും ഓഫ് റോഡ് ചെയ്യത്തില്ല. അവരെ വണ്ടി തരും. ഹൈലക്സിൻ്റെ ഇവൻ്റ് കേട്ടോ. ഹൈലക്സ് ആണ് മെയിൻ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഹൈലക്സിൻ്റെ വെച്ചിട്ടാണ് കുറച്ച് ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ്. മേലോട്ടുള്ള ട്രാക്ക് ഭയങ്കര റിസ്ക്കിയാണ്. അപ്പം സൂക്ഷിച്ചൊക്കെ ഓട്ടിക്കണമെന്നൊക്കെ പറഞ്ഞ്. കാരണം അവർ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും അവർ വണ്ടിയുടെ ഒരു പെർഫോമൻസൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ കൂടെ ഒരാൾ കാണും. പിന്നെ നമ്മൾ അങ്ങോട്ട് ഫോർച്യൂണറിലും, പിന്നെ അവിടുന്ന് കുറച്ച് മോശം ടെറൈനാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഹൈലക്സിലും ആയിരിക്കും പോകുന്നത്. ഐ എം എക്സൈറ്റഡ് ആണ് സുഹൃത്തുക്കളെ മേലോട്ട് പോകാൻ വേണ്ടി. ഇവർക്ക് ലൈസൻസിൻ്റെ നമ്പർ കൊടുക്കണമായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അതിനെപ്പറ്റി പെട്ട് വാട്സപ്പിൽ കിടന്ന് തപ്പിക്കൊണ്ടിരുന്നു. നമുക്കിവിടെ പരിവാഹനൊന്നും നെറ്റില്ലാത്തതുകൊണ്ട് പരിവാഹനൊന്നും ഓപ്പൺ ആവുന്നില്ല. ഞാനാണെങ്കിൽ എല്ലാം അതിനകത്താക്കിയിട്ടേക്കോ. നമ്മൾ ഓഫ് റോഡ് ചെയ്ത് തകർക്കുന്നു. ഇത് നമ്മുടെ വണ്ടി ഫോർച്യൂണർ, അത് ഹൈലക്സ്. ആരിത് ഓഫ് റോഡ് കിങ്ങോ? എങ്ങനെയുണ്ട് സ്ഥലം? ഞാൻ പകുതിവരെ പോയുള്ളൂ. പകുതിരെ പോയുള്ള പകുതിവരെ വരാൻ തന്നെ പാട്. ഒരു വണ്ടി പോയാൽ ഒരു വണ്ടി എത്ര നേരം എത്തിട്ട്? ഞാൻ അരമണിക്കൂർ ആയില്ലല്ലോ. നമുക്ക് റേഞ്ചിലൊന്നും ഇവിടെ റേഞ്ചില്ല. കയറും. പിന്നെ 4x4 1-2 ഏരിയകളുണ്ട്. പക്ഷെ അവിടെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി കണ്ടീഷൻ വളരെ മോശം. അങ്ങനെയാണ് നമ്മൾ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചത്. മാത്രമല്ല വരുന്ന വഴി ഒരു രാജംപാല കണ്ടല്ലോ. രാജംപാല പിന്നെ അത് ഈ വൈമൂർ ഈ ഭാഗത്താണ് കൊണ്ടുവന്ന് ഫോറസ്റ്റുകാർ കൊണ്ടുവന്ന് ഈ നമ്മളെ മറ്റേ ബാബാ സുരേഷ് ചേട്ടനെ ഇവിടെയാണ് കൊണ്ട് കളയുന്നത് രാജംപാല. ഇവിടെ ഉള്ളവരാണ് പറഞ്ഞത് ഈ സാധനങ്ങളൊക്കെ ഇവിടെ മാമിനെ ഇവിടെ കൊണ്ട് കളയുന്നത്. അത് ഏതായിട്ട് പത്തിക്കാരനാണ്ടാന്ന് തോന്നുന്നു. പാല് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇവിടെ സാധനം ഉണ്ടില്ലേ? ഞാൻ ഡൗട്ട് കേട്ടോ. ഇവിടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി അത് കയറാൻ പറ്റത്തില്ലല്ലേ? അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ താഴെ അവിടെ കാണിച്ചിരിക്കുന്നില്ലേ അവിടെ റൂം, അവിടെ റൂം നമുക്ക് റെന്റിന് അവർ കൊടുക്കും. ഇങ്ങോട്ടില്ല. ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ജീപ്പിൽ പോയില്ലേ, അവര് കൊണ്ടുപോകായിരിക്കും ഇവിടെ നോക്കുന്നത്. അപ്പൊ അവര് കൊണ്ടുപോകും. ഇവിടെ നമുക്ക് 4x4 ഇടുന്ന 1-2 വേറെ സ്പോട്ടുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇച്ചിരിയുടെ ഡേഞ്ചർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആ ഒരു ഏരിയ മാറ്റി വെച്ചത്. അത് നമുക്ക് കൊണ്ട് കയറാനും ബുദ്ധിമുട്ടുണ്ട്. ഇത് 4x2 ആണ് കേട്ടോ. ഇവിടെ 4x2 നമ്മൾ കയറും. ഇനി അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് 4x4 ഇട്ട് നമുക്ക് മുകളിലോട്ടുള്ളത് ഇവിടെ നോക്കിയോ. പാമ്പുകളുണ്ട് കേട്ടോ. ഇറങ്ങി നടക്കണത് സൂക്ഷിച്ച് വേണം.
ഗൈസ് നമ്മൾ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അണ്ട് ഇവിടെ ഒരു ക്യാമ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹൈറൈഡറും കൊണ്ട് എങ്ങനെ കയറ്റി ഹൈറൈഡർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതോ കിടക്കുന്നത്. പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് പിന്നെ അത് പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ 4x4 വണ്ടി കിടക്കുന്നത്. ക്ലിക്ക് ദാറ്റ്. പക്ഷേ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, എനിക്ക് പേടി വന്നു. വരുന്ന വഴിക്ക് തന്നെ പാമ്പിനെ കണ്ടു കേട്ടോ. അയ്യോ എനിക്കൊന്ന് ഇവിടെ നിന്ന് നമ്മൾ പ്രസംഗം പറഞ്ഞ കണക്ക് നമ്മൾ ഈ പിടിക്കുന്ന പാമ്പുകളെയൊക്കെ ആരും കൊല്ലത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അതെവിടെയെങ്കിലും കൊണ്ട് കളയണ്ടേ. അപ്പം അത് ഇങ്ങനത്തെ ഒറ്റപ്പെട്ട കാടുകളിലാണ് ഈ പാമ്പിനെയൊക്കെ കൊണ്ട് കളയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നടക്കുമ്പോൾ ഇപ്പം സാധാരണ ഓഫ് റോഡ് ചെയ്യുമ്പോൾ പുറത്തിറങ്ങി വീഡിയോ ഒക്കെ എടുക്കണം, എന്നാലേ നമുക്കൊരു ഓഫ് റോഡിൻ്റെ ആ ഒരു ട്രാക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഇറങ്ങി അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ തന്നെ ഇൻസ്ട്രക്ഷൻസ് വണ്ടി ഇരുന്ന് തരത്തേ ഉള്ളൂ. കാരണം പുറത്തിറങ്ങി പാമ്പുകളുള്ളതുകൊണ്ട് അതൊരു ഡേഞ്ചറാണ്. ഇപ്പോൾ നമ്മൾ ലെജൻഡറാണ് സുഹൃത്തുക്കൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. 4x4 ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല അടിപൊളി ഏരിയയാണ് എന്നാ പറയുന്നത്. ലെജൻഡറിൽ ഒരു വ്യത്യാസമില്ല ഗൈസ്. സ്പീഡോമീറ്റർ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഒരു വേറൊരു കളർ. പിന്നീട് വേണ്ട ഇത് വയർലെസ് ചാർജറുണ്ട്. വേണ്ട നോക്കാം, വയർലെസ് ചാർജറുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഗൈസിന് വ്യത്യാസം. പിന്നെ ഫ്രണ്ട് കിറ്റും ഇതിനാണോ 6 ലക്ഷമോ 7 ലക്ഷമോ ഇത്രയും കൂടുതലാണ്. ഇറങ്ങി എടുക്കേണ്ട പാമ്പുണ്ട് അപ്പുറത്തൊക്കെ ഒക്കെയാണ്. എന്റെ പൊന്നേ എന്നെ കാത്തോണേ. ഇവിടെ ഒരു കാട്ടിൽ നിന്ന് മാറി നല്ലൊരു വ്യൂ കിട്ടിയത്. ഇത് പൊന്മുടി ഈ സൈഡാ ആണല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൊന്മുടി ഏരിയ കാണാം. എനിക്ക് വിശക്കുന്നേ. നിങ്ങൾക്ക് ഫുഡ് ഉണ്ടോ അവിടെ? ഫുഡ് താഴെ കാണാം. ഉണ്ടോ? എനിക്ക് വിശക്കുന്നു. വെള്ളച്ചാട്ടം താഴെ. ഇവിടെ നൈസായിട്ടുള്ള ഫോറിലൂടെ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ ഇത് 4x4 ആയതുകൊണ്ടാണ് കയറിയത്. അവിടുന്ന് മുകളിലോട്ട് വിടൂലല്ലേ? ഇവിടം വരെ നമുക്ക് പ്രവേശനമുള്ളൂ. മരം ഒടിഞ്ഞു കിടക്കുന്നു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സുഹൃത്തുക്കളെ. കൊള്ളാം, നൈസായിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന 2-3 ഹെയർ ബാൻഡ് നല്ല എക്സ്ട്രീം കുറച്ച് ടഫായിരുന്നു. ബാക്കിയെല്ലാം കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടി സംബന്ധിച്ചതൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഹൈലക്സിൽ ഇതിനെക്കാട്ടി കുറച്ച് നല്ലതായിരിക്കും അല്ലേ? കുറച്ചും കൂടി ഇത്രയും അടി കയറി വരുന്നത്. നമ്മൾ കയറി വന്ന പല വളവും ഒന്ന് തിരിച്ച് ഇറക്കേണ്ടി വരും. ബാക്ക് എടുത്ത് കയറിയത് വെളിയിറങ്ങണ റിസ്ക് ആണ്. ഇല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി അതായത് നമ്മൾ വീട്ടിലിരുന്നിരുന്ന ആ വ്യൂ കാണുമ്പോൾ ആ ടെറൈൻ നിങ്ങൾക്ക് അത്ര ഒരു ടഫായിട്ട് തോന്നത്തില്ല. അത് വെളിയിറങ്ങണോ കിട്ടില്ല. വളവും അതുപോലെ താഴെ നല്ല കുഴിയുക. ഒരു ഇതേ കണക്കത്തെ പോയിന്റ്സ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ആ ഒരു കുറച്ച് ഗ്യാപ്പിൽ കൂടെ നമ്മൾ വന്നത്.
നൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അതുകൊണ്ട് തന്നെ നൈസ് ആയിരുന്നു. പ്രസൂൺ ബ്രോ തിരിച്ച് പ്രസൂൺ ബ്രോ എടുക്കും. അപ്പൊ ഞാൻ എനിക്ക് സൈഡിൽ ഇരിക്കും, അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാം. എടുത്താൽ മതി. അങ്ങോട്ട് എന്തോ ആയിരിക്കും അല്ലേ, അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഇത് മരങ്ങളൊക്കെ ഒടിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളിന്ന് ഉദ്ദേശിച്ച സ്ഥലത്തല്ല നമ്മളിന്നിപ്പോ ചെയ്തേക്കുന്നത്. കാരണം ആ ഏരിയയിലെ ഈ പറഞ്ഞ പോലെ മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ് സ്ലിപ്പറി കുറച്ചുകൂടെ കൂടുതലാണ്, നമുക്ക് ഡേഞ്ചറുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഏരിയ നമ്മൾ പറയുന്നത് കൊക്ക നല്ല കൊക്ക സൈഡ് വളരെയധികം ഇപ്പൊ ചെറിയ രീതിയിൽ സ്ലിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോയി. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കുന്ന നല്ല ഓഫ് റോഡ് ചെയ്യാൻ, പക്ഷെ നല്ല കിടില ഏരിയ, നല്ല ഡ്രൈവ്, നല്ല എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മളൊരു കാടിനെ നടുക്കായതുകൊണ്ട് നല്ല വൈബുണ്ട്. പേടിക്കേണ്ട സ്ഥലമാണ്. അത്യാവശ്യം നല്ല പാമ്പും എല്ലാം ഉണ്ട്, എല്ലാ മൃഗം ഉണ്ട് അവിടെ. എനിക്കൊന്ന് ഈ ഫോറസ്റ്റുകാർ പിടിക്കുന്ന എല്ലാ മൃഗങ്ങളെയും കൊണ്ട് കളയുന്ന കാട് നമ്മളിപ്പോ രണ്ടെണ്ണത്തിന് നമ്മുടെ 2 കണ്ട്, 2 പാമ്പിനും കണ്ട്, കയറി വരുന്ന വഴിക്കും കണ്ട്, ഇപ്പോഴും ഒരെണ്ണം ഇവിടുന്ന് കയറി വന്നപ്പോഴും ഒരെണ്ണം കണ്ട്. അതെല്ലാം നല്ല മുറ്റ സാധനങ്ങളാ. അടിച്ചാൽ തീർന്നു കൈസ്, ഒന്നും പറയാനില്ല, റിസ്ക് ആണ്. കൊള്ളാം. നമുക്ക് ഇതിന്റെ 2 മോഡുണ്ട്, H2 L2. നമുക്ക് L2 ഒന്നും എങ്ങും ഉപയോഗിക്കേണ്ടി പോലും വരുന്നില്ല. ഇവിടെ L2 ഉപയോഗിക്കണ്ടേ. സ്ലിപ്പറി ആയിട്ടുള്ള അവര് പറഞ്ഞ മറ്റേ ഏരിയയിലാണെങ്കിൽ അവര് പറഞ്ഞ വേറൊരു ഏരിയ ഉണ്ട്, അവിടെ ആണെങ്കിൽ ഈ സ്ലിപ്പറിയിൽ നമുക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു പർപ്പസ് വരുന്നില്ല. 4x4 തന്നെ സുഖമായിട്ട് കയറും. ഐസപ്പോ അതെ ഹൈലക്സും കിടപ്പുണ്ട്, നമ്മുടെ ലെജൻഡറും കിടപ്പുണ്ട്. നമ്മളെ ലെജൻഡർ ഡ്രൈവ് ചെയ്ത് തന്നു, ഇനി നമുക്ക് ഹൈലക്സ്. ഇതിന്റെ ബാക്കിൽ പോയിരിക്കാം, നൈസായിരിക്കും ഇല്ലേ, അടിപൊളിയാ. ഓ ഹൈലക്സ് നൈസാട്ടാ. ഇതിനെ ഇങ്ങനെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ കയറി നിന്ന് നൈസായിട്ട് പോകാൻ പറ്റും. ഇതിപ്പോ നമ്മളിപ്പം ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് ഹൈലക്സ് ആണ്. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ സുഹൃത്തുക്കളെ, ഇപ്പോഴാണ് നല്ലൊരു വ്യൂ ഉണ്ടത്. അടിപൊളി. നിങ്ങൾ അവിടെ കെട്ടിയിട്ടുണ്ടല്ലേ പലയിടത്തും മറ്റേ സാധനം അങ്ങോട്ട് കുഴിയായോണ്ട്. ഇതിന് നമ്മളെ ഫോർച്യൂണറെ കാട്ടി ബാക്ക് കുറച്ചും കൂടി നീളമുള്ളതുകൊണ്ട് വളവുകളൊക്കെ നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് കയറ്റേണ്ടി വരും. എന്റെ അമ്മ നിർത്തുവോ? ഗ്ലാസ് ഇട്ടാലോ? ഗ്ലാസ് വഴി അങ്ങ് പറന്നു കയറിയൊന്നല്ല. വേണ്ട, പാമ്പിന് ചാടി നിന്റെ മണ്ടേ കടന്നു. ഞാൻ അതാ പറഞ്ഞത്, ഗ്ലാസ് പറഞ്ഞിട്ട് പറന്ന് കുത്തുന്നതൊക്കെ വല്ലതും ഉണ്ടോ എന്ന് അറിയുന്നില്ലല്ലോ. അതിനെക്കാട്ടി കുറച്ചുകൂടി സസ്പെൻഷൻ കൊള്ളാൻ തോന്നുന്നു. എത്ര വിൽക്കൂലല്ലേ മറ്റേ അത്ര നമ്മുടെ ഫോർച്യൂണറിന്റെ അത്ര അടി ഇതിനകത്ത് ഫീൽ ചെയ്യും. ഇറങ്ങി വരുന്നോണ്ടാണോ ഒന്നും അറിയില്ല. ഉണ്ടോ? അല്ല സീരിയസ്ലി തോന്നില്ലേ? ഫ്രണ്ടിന്റെ സുഞ്ചേട്ട എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. വേണ്ട, ഇങ്ങനെയുള്ള ഏരിയകൾ വരുമ്പോ ഫോർച്യൂണർ ആണെങ്കിൽ നമുക്ക് എടുക്കാം. ഇതാകുമ്പോൾ ഇറക്കിയിട്ട് പക്ഷെ ആർക്കും നമ്മളിപ്പോ ഇങ്ങനെ ഒരു റോഡ് ഫീൽ ചെയ്തില്ല വീഡിയോയിൽ ഒന്നും അറിയത്തില്ല. അത് ഇറങ്ങിയെടുത്താലേ അറിയൂ. ഇറങ്ങിയെടുക്കണമെങ്കിൽ പ്രസോൺ ഫ്രൂട്ട് ഇറങ്ങണം. ഞാൻ എന്തായാലും ഇറങ്ങില്ല. അല്ല എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. റെസ്പോൺസ് ചെയ്താൽ ബെറ്റർ മറ്റേ കാട്ടി. ഇനി നമ്മൾ കയറി പോകണ്ട. അല്ല, ചിലപ്പോ നമുക്ക് ഫ്രണ്ട് നമുക്ക് ചിലപ്പോ ഫീൽ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായിരിക്കും. സുബിചേട്ടാ ബാക്കിൽ കുലുക്കമുണ്ടോ? എന്ത് കുലുക്കം, ചെറുതായിട്ട്. നമുക്ക് ഹൈ റൈഡറിൽ ഒന്ന് ട്രൈ ചെയ്താലോ? ഹൈ റൈഡർ കയറൂല. ഹൈ റൈഡർ താഴെ കിടപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഹൈ റൈഡർ 4x4 കയറുമോ? ഹൈ റൈഡർ 4x4 കയറണം. അടി കിട്ടാൻ ചാൻസ് അടി തട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത്ര ഗ്രൗണ്ട് അല്ലല്ല, അത് അടി തട്ടും. ഹൈ റൈഡർ ആണെങ്കിൽ അടി തട്ടും. പക്ഷെ വണ്ടി പക്ഷെ എന്തായാലും നമ്മളാ ഫസ്റ്റ് ലാപ്പ് വരുന്നത് നമ്മള് കയറ്റി. നമുക്ക് ആ വണ്ടി പോകുമ്പോ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം.
കൊടുക്കുന്നുണ്ടോ? ആ പോവില്ല, റിവേഴ്സ് വരണം. എന്തോ ശബ്ദം കേട്ടോ ഇത്. 4x2 ഫോർച്യൂണർ, ഒരു നമ്മൾ പോയ ഒരു ലെജൻഡർ 4x4, പിന്നെ ഒരു നമ്മുടെ ഫോർച്യൂണർ 4x4, നമ്മുടെ ഹൈലക്സ്, മൊത്തം റൗണ്ടിൽ കിടപ്പുണ്ട്. സെറ്റ്, അടിപൊളി. നമ്മൾ താഴോട്ട് പോവാണ്. അവർ ഫുഡും കാര്യങ്ങളൊക്കെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടിയെ കഴിഞ്ഞു. നമ്മൾ 2 വണ്ടിയിലും ഫോർച്യൂണറിൽ കയറ്റി നമ്മൾ ഹൈലക്സിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ടൊയോട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് GM ബംഗ്ലാവ് എന്ന് പറയുന്നൊരു ബംഗ്ലാവ്, ഇവിടെ പ്രേത കൊണ്ടെന്നൊക്കെ ചിലരൊക്കെ പറയുന്നത്, ചുമ്മാ പറയുന്നത്. അങ്ങനത്തെ ഒക്കെ നമ്മൾ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ ഗോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ബംഗ്ലാവ് റോഡുണ്ട് അവിടെ വരുന്ന വഴിക്ക്. നമ്മൾ അങ്ങോട്ടൊന്ന് വഴിതിരിഞ്ഞ് കയറി കേട്ടോ. ഇതാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണോ? അവിടെ ഗേറ്റ് അവർ ക്ലോസ് ചെയ്തിട്ടേക്ക് ഗൈസ്. ഈ റോഡാണ് പോകുന്നത് നമ്മുടെ ബംഗ്ലാവിലോട്ട്. അവിടെ താമസമൊന്നുമില്ല ആരും. വാടകയ്ക്ക് കൊടുക്കുമെന്തോ. ഇവിടെ ആരെങ്കിലും താമസിക്കുമോ? ഇല്ല. ഇവിടെ എല്ലാ ടൈപ്പ് പാമ്പും ഉണ്ട് അവിടെ. മാത്രം പറയരുത്, പാമ്പിന്റെ കാര്യമേ പറയരുത്. എന്താ നമ്മൾ പറഞ്ഞു തീരുമ്പോ അന്ന് നിൽക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതിന്റെ നാഗപ്പൂവാണ് ആ നിൽക്കുന്നത്. ഏതാണ്? അതുകൊണ്ട് ആ നിൽക്കുന്ന മരം ഉണ്ടല്ലോ. ഓ, നാഗപ്പൂ എന്ന് പറയണം. അതാണ്ട് ഇത് കഴിച്ചാണ്ട് ഇത് അതാണ്ട് കൂട്ടങ്ങളാണോ? ഓ, ഇതിന് എത്ര പഴക്കം കാണും ഈ ബിൽഡിങ്ങിന്? ഈ ബിൽഡിങ്ങിനൊക്കെ എത്ര പഴക്കം കാണും? എന്റെ ഓർമ്മ വെച്ചാൽ അതുകൊണ്ടേ ഉണ്ട്. പാമ്പല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ടോ? പാമ്പല്ലാതെ ആനയുണ്ട്. ആ, നമ്മള് പടക്കം പൊട്ടിച്ചിട്ടാണ് കയറുന്നത്, ബ്ലോക്ക് കയറുന്നത്. ആണല്ലേ? ആനയെ ഓടിക്കാനായിട്ട്. അതെ, താഴെ ചെന്നപ്പോ അവരിതുപോലെ പുലിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മൃഗങ്ങളെ കൊന്നു തിന്നാൻ സമയമാകുമ്പോ ഇറങ്ങും. അത് നമ്മുടെ താഴെ നോക്കിയിട്ട് കാര്യമില്ല. പാറയുടെ മണ്ടയില് ഇതേപോലെ മരങ്ങൾ കിടക്കാൻ സൗകര്യമുള്ള മരങ്ങളെ മണ്ടയില് നോക്കണം. അത് ശ്രദ്ധിച്ചത് മരത്തിന് മുകളിലൊക്കെ ഇരിക്കില്ലേ? ഇത് പുലിയും കടുവയൊക്കെ മരത്തിന് മണ്ടയിൽ കയറിയാൻ വരുന്നതാണ്. ആഹാരങ്ങൾ ഈ മൃഗങ്ങളെ പിടിച്ച് തിന്നിട്ട് ഇവർ കിടന്നതാണ്. പാമ്പ് മാത്രമല്ല, എല്ലാം ഉണ്ട്, ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. തരണം ചെയ്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആണല്ലേ? അല്ല, ഒറ്റയ്ക്കൊക്കെ പേടിയാവത്തില്ല ഇങ്ങനെ? എന്തിന്? ഇല്ല, പ്രശ്നമില്ല, ശീലമായി. നമ്മളത് കൊച്ചുനാളില് നമ്മളുടെ വരിയും പോലൊക്കെ ചെയ്ത സ്ഥലങ്ങളല്ലേ. ആണല്ലേ? കണ്ടതിൽ സന്തോഷം. ഓക്കെ, ബൈ. അവരോട് വരുന്നുണ്ടല്ലേ? ഹായ് ഹായ്. പേരെന്തോ? അശ്വിൻ. കൊച്ചുമോനാ? ഓക്കെ ഓക്കെ. അട്ട കടിച്ച് കൈ സട്ട ദോ കിടക്കുന്ന. ഇപ്പം ഇത് അറിയത്തില്ല കേട്ടോ, പുലി ഇത് കയറി കഴിഞ്ഞാൽ. ഓ, എൻ്റെ ചോര. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല, നമ്മൾ ഇങ്ങനത്തെ ഓഫ് റോഡൊന്നും ചെയ്തിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇനി ഇറക്കാൻ വേണ്ടിയുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇതൊക്കെ രാമുവിൻ്റെ കാലത്തുള്ള കേട്ടോ. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിനൊക്കെ കൊല്ലം പഴക്കമുണ്ട്. അത് നമ്മൾ ബ്രിട്ടീഷ് ആ ഒരു കാലഘട്ടത്തിന് അത്രയും പഴക്കമുള്ളത്. കണ്ട ഈ മിഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവത്തില്ലേ നമുക്ക് ഇത് എന്ത് സാധനം അറിയാൻ വയ്യ. 140 കൊല്ലോ പൊന്നു. അങ്ങനെ പോകാം. ഇത് ഈ ബെൽറ്റിലൂടെ വന്ന് ഈ മുകളിൽ ഈ തട്ടില്ലേ, തട്ടിന്റെ മുകളിൽ മുഴുവൻ ഇവർ ആ തേയില നിരത്തും. എന്നിട്ട് ഈ 2 ഓവനിൽ ഹീറ്റ് ചെയ്തിട്ട് ആ ഹീറ്റ് വെച്ച് അത് മുകളിലൊക്കെ ഇതെല്ലാം ചൂടാവും. അങ്ങനെ അത് ഉണങ്ങുന്നത്. ഇവിടുന്ന് വെള്ളം എവിടെ നിന്നുണ്ടെന്ന് പറഞ്ഞ് അവർ മോളിക്കുന്ന ഒരു ലൈനിൽ കൊണ്ടുവന്ന് അവിടെ ഒരു ചെക്ക് ഡാം പോലെ കണ്ട് കെട്ടിയിട്ട് അതിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 140 കൊല്ലം പഴക്കമുള്ള കേട്ടോ. ഓക്കെ, ഇത് പണ്ട് ഫുള്ള് ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള ഫുള്ള്. അതെ, മേലത്തെ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. 2004 വരെ ഇത് വർക്ക് ചെയ്തോണ്ടിരുന്നു. എന്നൊരു 2004 വരെ. പക്ഷെ അവർ ഇതിലൊന്നും മോഡിഫിക്കേഷൻസ് പറഞ്ഞില്ല. ആ സെയിം മെഷീൻസ് വെച്ച് തന്നെ ഇത്രയും കൊല്ലം ഇരുന്നിട്ട്. അതെ, അതാണ് അവരൊരു ടെക്നോളജി നോക്കിയത്. അന്നത്തെ ആയിട്ട് എത്രയും കൊല്ലം അത് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കായില്ലേ 2004 വരെ. അത് അടിപൊളിയായിട്ട്. അതുകൊണ്ട് ഇതിൻ്റെ മെഷീൻസിൻ്റെ പേരാണെന്ന് തോന്നുന്നു, അതോ അത് മാനുഫാക്ചർ ചെയ്ത ആ കമ്പനിയുടെ പേരാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ എന്തായാലും അതൊരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡേവിഡ്സൺ കോ പ്രൈവറ്റ് ലിമിറ്റഡോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. അതെന്തായാലും അടിപൊളി തന്നെ കേട്ടോ. ഞാൻ അറിയത്തില്ല, ഇതൊക്കെ ഉണങ്ങുന്നതൊക്കെ ആയിരിക്കും. എനിക്ക് ഇതൊക്കെ ഡ്രൈ ആക്കുന്നതായിരിക്കും. ഉണങ്ങുന്ന
അവർ അതുവഴി ഇതിലോട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്യും. ഇതിൽ നിന്ന് വന്നിട്ട് വീണ്ടും അടുത്തതിലോട്ട് ഇട്ടിട്ട് 2 സെക്ഷനായിട്ട് അവർ ഗ്രൈൻഡ് ചെയ്ത് ഗ്രാനുവൽസ് ആക്കിയിട്ട് പിന്നെ ഇതിലിട്ട് അവർ സെഗ്രിഗേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. പക്ഷേ ബിൽഡിങ് ഫുള്ള് പൊളിഞ്ഞിരിക്കുമല്ലേ എല്ലായിടത്തും നോക്കി കഴിക്കോലൊക്കെ. എന്നിട്ട് ഇതിൽ പാക്ക് ചെയ്യുന്ന ഇതിൽ വെച്ചിട്ട് ഇതൊക്കെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ബോക്സിൽ പാക്ക് ചെയ്ത് കിട്ടും. എന്നിട്ട് ആ ബോക്സസ് ആണ് ഇതിൻ്റെ അകത്തോട്ട്. ഓ ഓക്കെ അല്ലേ. പിന്നെ നമ്മളതിന് തേയില ഇവിടെ കണ്ടില്ലല്ലോ ഇങ്ങ് മരുന്ന് ഒഴിക്കുന്നു. തേയി മീൻസ് അത് ഇവിടെ നിന്ന് ഇവിടെ ഫുൾ തേയിലായിരുന്നു. പിന്നെ പലപ്പോഴായിട്ട് ആൾക്കാർ പറയുന്നതനുസരിച്ച് ഇവരത് നിർത്തി പിന്നെ റബ്ബർ നട്ടായിരിക്കും. ഓക്കെ ഓക്കെ. അതാ ഞാൻ വരുന്ന വഴിക്ക് തേയില ഒന്നും കണ്ടില്ല. നമ്മൾ പോകുന്ന മേലൊന്നും കണ്ടില്ല. അപ്പം തേയിലത്തോട്ടം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി പിന്നെ ഈ ജാതിയും കൊക്കോയും പിന്നെ നമ്മളെ റബ്ബറും കാര്യങ്ങളൊക്കെ വെച്ചതാട്ടോ. ആടായിട് ഇടാടായിട് കുളിച്ച് കുട്ടപ്പനായിട്ട് ഞാൻ വന്ന് കൂടിയിരിക്കുന്നേ. ഓഫ് റോഡൊക്കെ തകർത്ത്. എനിക്ക് വയ്യ, ഞാൻ കണ്ട് വീഡിയോ ഫുള്ള് കണ്ടില്ല. ഇനി എഡിറ്റ് ചെയ്ത വീഡിയോ ഞാൻ കാണത്തുള്ളൂ. പാമ്പ് കുത്തി ചാവാഞ്ഞ കാര്യം. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ പോടാറ്. ഇവിടെ വെള്ളം കുടിക്കുന്നു. ഞാൻ വെള്ളം കുടിക്കാറൊക്കെ ഇളക്കൊക്കെ ഒന്ന് നിക്കാൻ വേണ്ടി. എന്റെ കൊച്ചിന് ചക്കയും കൊടുത്ത് വയറിളക്കിയത് പോരാ. ക്ഷീണം അവന് ഇന്നും ഇളകി കേട്ടോ. ഞാൻ പറയുന്നത് ഇന്നും രാത്രിയും കൂടെ ഇളക്കുവാണെങ്കിൽ നമുക്ക് നാളെ ആശുപത്രി കൊണ്ടുപോകണേ. ചെറുക്കനെ ഇളക്കം നിൽക്കുന്നില്ല കേട്ടോ. കുജി 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 കുച്ചി 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 കുച്ചി. ഇതിന് ടേസ്റ്റ് ഉണ്ടോ ഈ വെള്ളത്തിന്? ഞാൻ കുടിച്ചു നോക്കില്ല. ഇച്ചിരി കുടിച്ചു നോക്കണം. ആ ചിരിക്കുന്നു. നീ കുടിച്ച് തീർക്കുന്നില്ല. തരാ എന്റെ പൊന്നേ. എന്തുവാടി ഒരു ടേസ്റ്റ് ഇല്ല. എങ്ങനെ കുടിക്കുന്നത്? ചെളിയാണോ അത് കുന്നാണോ? കുന്നുണ്ട്, പാറപ്പുറമുണ്ട്, ചെളിയുണ്ട്, എല്ലാം ചേർന്ന ടെറൈനായിരുന്നു. നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. നമ്മളെ വണ്ടി ഇത്രയും കേപ്പബിൾ ആണെന്ന് വേറെ പുതുതായിട്ട് എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ? ഫീച്ചേഴ്സ് അങ്ങനല്ലടാ. നമ്മളെ ഓഫ് റോഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അവരെന്തോ പറഞ്ഞിരുന്നു ഇങ്ങനെ സൈഡിൽ കൂടെ ഇറക്കണം, ഇതിൽ കൂടെ അങ്ങനെ അവരങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ പറഞ്ഞു തന്നില്ല. ചുമ്മാ ഒരു ട്രിപ്പ്, കുഞ്ഞിന്റെ മണ്ടയിൽ ഒരു ട്രിപ്പ്. അത് അല്ല അത് പറഞ്ഞു തന്നെ. ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞാൽ ക്ലാസ് ഓഫ് റോഡ് എവിടെ വന്ന് പെട്ടെന്ന് ഇത് നിനക്ക് പറഞ്ഞാൽ നീ പോസ്റ്റ് ആയ താഴെ കുഞ്ഞിനെ കൊണ്ട് മേലെ വരാൻ പറ്റത്തില്ല. ഭയങ്കര ആട്ടവും കുലുക്കുക. റോഡൊന്നും ഇല്ല. ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് നിനക്ക് എന്റെ വണ്ടി ഞാൻ കൊണ്ടുപോയില്ല. അവര് വണ്ടി തന്നു. അല്ല അങ്ങനെ നമ്മളെ വണ്ടി പറ്റത്തില്ല. ഹൈലക്സ് ഓഫ് റോഡ് ഓടിക്കാൻ ഫോർച്യൂണറെ കാട്ടി കുറച്ചും കൂടി ഇതുണ്ട്. സസ്പെൻഷനെ കൊള്ളാം. കുറച്ചും കൂടി ഭയങ്കര കുലുക്കുമില്ല. നീളം അതാ കൂടുതല്. പിന്നെ ഫോർച്യൂണർ ഈ എക്സ് വളവൊക്കെ പെട്ടെന്ന് കേറിപ്പോവും. റോഡിൽ ഓടിക്കാൻ എല്ലാ ഓൾറൗണ്ടർ ഫോർച്യൂണറാ ഹൈലക്സിനെ. ഇനിയുണ്ടോ ഇതുപോലെ? ഇനി വിളിക്കുമ്പോ ഞാൻ ഇനിയും പോകും. അപ്പൊ ഒരു ഹരമായി. താങ്കൾക്ക് ഇനി എന്താണ് ഒരു ഓവറോൾ ആയിട്ട് പറയാനുള്ളത്? ആമസോൺ കാർഡുകൾ കൂടെ ഓടിച്ചാൽ കൊള്ളാം. തിരിച്ചു വരണ്ടല്ലോ, പിന്നെ അതുവഴി അങ്ങ് പോയാ മതിയല്ലോ. അല്ല ഇന്നേ ഇങ്ങനെ പോയി ഓടിച്ചപ്പം ഒരു ഹരം നോക്കിയൊക്കെ ഓടിക്കാൻ പറ്റും. താഴാഘാതമായ കൊക്ക, കൊറേ പാമ്പിനെ ജീവികൾ, ഇരജന്തുക്കൾ, ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് നമ്മൾ ഓടിച്ചു. നൈസായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്തുവാ? നിന്റെ ലിപ്സ്റ്റിക്ക് എങ്ങും തൊടാൻ പോലും പയ്യ ഇവിടെ. വണ്ടിക്കകത്താലും വെച്ച് തേച്ചല്ല ലിപ്സ്റ്റിക്ക്. സൈസ് അല്ല ചോദിച്ചേ. വണ്ടി നിന്റെ പുറത്തിരുന്ന് പോകാൻ പറ്റത്തില്ലല്ലോ. വണ്ടിയുടെ പുറത്തല്ലേ ഇരുന്ന് പോകാൻ പറ്റുള്ളൂ. ബർഗർ കഴിക്കാൻ വേണോ മൃദുലയ്ക്ക്? നിനക്ക് ബർഗർ ഒരു നിവർത്തിയില്ല. നീ എന്തോ പറഞ്ഞു? പിന്നെ നമ്മള് ബർഗർ ലോഞ്ചിൽ വന്നു. എനിക്ക് കഴിക്കാൻ തോന്നി. ഓ ഇവിടെ ഒരുത്തെ കൂച്ചോണ്ടിരിക്കുന്നത് പാവല്ലേ. അവർക്ക് അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ ഏണിയൊക്കെ ചാരി വെച്ച് ഉണ്ടാക്കണേ. ഇത്ര സമയം എടുക്കും ഇല്ലേ മൃദുലേ? അതാ അമ്പൂട്ടന്റെ ഇത് കണ്ടോ? മുടി കണ്ടോ സ്പൈക്ക് ആയിട്ടിരിക്കുന്ന? ഏടാ സ്പൈക്കോ, ഏടാ സ്പൈക്കോ. ഞാൻ കുടിച്ചോളാം, സഹായം വേണ്ട.
ഞാൻ ഒന്ന് ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ചതും ഇവിടെ ചില ആൾക്കാർക്ക് ചില പ്ലസ് പോയിന്റ് ഉണ്ടേ, എത്ര ഉറക്കത്തിൽ ഇങ്ങനെ ശബ്ദം കേട്ടാലും അവര് പിന്നെ ഉറങ്ങും. പക്ഷെ എന്നെ ഉണങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ചെറിയ ശബ്ദം കേട്ട് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം പാടാം. അപ്പൊ എന്നെ ഉണർത്തി എനിക്ക് ഉണങ്ങാൻ സമ്മതിച്ചില്ല. അതൊക്കെ ശീലങ്ങളാണെന്ന് അറിയോ ഗൈസ്. മൃഗലെ ഫീഡ് ചെയ്യണം. ഞാൻ വേണ്ട ഈ കാല് മസാജ് ചെയ്ത് കൊടുക്കണം പുള്ളിക്ക്. പുള്ളി രാജകീയം. ഇതില് നോക്കണമെന്നുണ്ട്, എന്നാ ടിവിയില് നോക്കണമെന്നുണ്ട്. ഫേസ് നല്ലോണം അവന് പരിചയമായിട്ടോ. തമ്പുരുവിനെ അറിയാം, തമ്പുരുവിന്റെ ശബ്ദം അറിയാം, തമ്പുരുവിന്റെ പാട്ട്, ഡാൻസ് എല്ലാം അറിയാം. ചേച്ചിയുടെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. വളർന്നു ഞങ്ങളെ ഞങ്ങളിനി ബണ്ണൊക്കെ ഇട്ട് കെട്ടി വെക്കും. ആദ്യം ആയപ്പം നമ്മള് മുടിയില്ലേ എന്നുള്ളൊരു വിഷമമായി. പക്ഷെ പിന്നെ പെട്ടെന്ന് പൊഴിഞ്ഞു പോയിട്ട് ചിലപ്പോ ഒരു 3-4 മാസം ഒന്നും കാണത്തൊന്നുമില്ല മുടി. പക്ഷെ പെട്ടെന്ന് അവർക്കുള്ള മുടി എല്ലാം പൊഴിഞ്ഞു പോയിട്ട് പെട്ടെന്ന് വളർന്നു വരും. ആ ഒരു പൊറ്റയൊക്കെ ഇളകി പോയിട്ടേ നമുക്കിപ്പോ മുടിയൊന്ന് നീളം വെച്ച് നോക്ക്. നീളമായി, നല്ലോണമായി. അതുപോലെ അത്യാവശ്യം നല്ല ഉള്ളക്കായി വരുന്നുണ്ട്. ഇനി ഇത് പിറപ്പുകൂടി എടുക്കുമല്ലോ നമ്മള്. പറഞ്ഞു കൊടുക്കും, കഥ പറഞ്ഞു, പരാതി ചെടി ചക്കപ്പൊട്ടി തിന്താ അവന് ടി വി കാണാനായിട്ടോ. അച്ഛനും അമ്മയും നോക്കുവാണോ? ഇത് നീ വയറ്റിലുള്ളപ്പോ എടുത്ത ഫോട്ടോയാ. അതിൽ അമ്പു എന്തിയേ? അതിൽ അമ്പു ഉണ്ട് കിടന്നോണ്ട് എപ്പോഴും ആ ഫോട്ടോ നോക്കും. അത് അയ്യോ കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരുത്തി ഉറങ്ങും. അതി നോക്കിക്കൊണ്ടേ ഉറങ്ങും. റോളർ കോസ്റ്റർ ആയിരുന്നു ഈ കഴിഞ്ഞ ഇത്രയും മാസങ്ങൾ. അടിപൊളി. പക്ഷേ ഇവൻ അങ്ങനെ വളർന്നു എനിക്ക് പറയാൻ പറ്റും. കാരണം ഇവനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഇവന്റെ മാറ്റങ്ങളും വളർച്ചയും കണ്ടേ പെട്ടെന്ന് നീ ഇവിടെ എലിക്കുട്ടിയായിരുന്നു. മൈ കംഫർട്ട് സോൺ ഇങ്ങനെ ശമനത്തിന്. അപ്പോ ഹോപ്പി ഗായ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.